Hi dears, welcome back. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറേ മുന്നേ വേറൊരു ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അത് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് പാനിൽ 2 മുട്ട ഉപയോഗിച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പോഞ്ച് തയ്യാറാക്കിയിട്ടുള്ള സെയിം ടിന്നിൽ ഇതേപോലെ ക്ലിംഗ് റാപ്പ് സൈഡിലും താഴെയൊക്കെ ഒന്ന് കട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പോഞ്ച് വെക്കുന്ന സമയത്ത് റെക്കോർഡ് ഓൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഐസ്ക്രീം കുറച്ച് മെൽറ്റായി പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുക്കാനുള്ളതാണ്. 1/2 ലിറ്ററിൻ്റെ മുഴുവൻ ഐസ്ക്രീമും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ടും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോഴേക്ക് നല്ലപോലെ ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ആ ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഫ്രീസറിൽ നിന്നും എടുക്കുന്നതിന് മുന്നേ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ക്രീം മുഴുവനായിട്ട് നല്ല കട്ടി തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ അകത്തുള്ള ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കവർ ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് മുഴുവനായിട്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കണം. എന്നിട്ടാണ് ഇതിന് ചുറ്റിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ചെറിയ ബോർഡർ പോലെ മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ മുഴുവനായിട്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ മുകളിൽ ചെറിയൊരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചെറീസും പിന്നെ നടുവിലായിട്ട് ചോക്ലേറ്റ് പീൽ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം, എങ്കിലേ അകത്തുള്ള ഐസ്ക്രീമൊക്കെ നല്ല കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 650 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഞാനിത് 5 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല, ഒരു 2 മണിക്കൂർ ആയപ്പോഴേക്കും ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന നൈഫ് നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ചോക്കോ ബാർ കഴിക്കുന്ന ആ ഒരു ഫീലാണുള്ളത്. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തതുകൊണ്ട് ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പം കാണുന്നത് ഇത് ഫ്രീസറിൽ വെച്ച് ഒന്നുകൂടി നല്ലപോലെ കട്ടിയാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഐസ്ക്രീമൊക്കെ നല്ല കട്ടിയായിരിക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റെങ്കിലും ഫ്രീസറിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കിയിട്ട് വേണം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യും വേണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റേറ്റ് എനിക്കറിയില്ല. 1 kgക്ക് 1000 എബോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും ഇത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ഇതിൻ്റെ റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.